കണ്ണൂർ യൂണിവേഴ്സിറ്റി വോളിബോൾ ടീമിന് ഗുരുദേവ് കോളേജിൽ പരിശീലനം ആരംഭിച്ചു. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ. കണ്ണൂർ യൂണിവേഴ്സിറ്റി വോളിബോൾ ടീമിന് ഗുരുദേവ് കോളേജിൽ പരിശീലനം ആരംഭിച്ചു. മാത്തിൽ ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് യൂണിയന്റെ നേതൃത്വത്തിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി വോളിബോൾ ടീമിന് ഉജ്ജ്വല സ്വീകരണം ഒരുക്കി. ചെന്നൈയിൽ SRM കോളേജിൽ ഡിസംബർ 15 മുതൽ 19 വരെ നടക്കുന്ന നാഷണൽ സൗത്ത് സോൺ ഇന്റർ യൂണിവേഴ്സിറ്റി മത്സരത്തിൽ പങ്കെടുക്കുന്നതിനുള്ള പരിശീലനത്തിന്റെ ഉദ്ഘാടനം ഗുരുദേവ് കോളേജിൽ കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് അംഗം K. പങ്കജാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. കായിക രംഗത്തുള്ള കോളേജിന്റെ വളർച്ചയെ അദ്ദേഹം അഭിനന്ദിച്ചു. തുടർന്ന് യൂണിവേഴ്സിറ്റി ടീമിലെ വിദ്യാർത്ഥിനികളെ പൂക്കൾ നൽകി സ്വീകരിച്ചു. കഴിഞ്ഞ 5 വർഷക്കാലമായി നിരന്തരം വ്യത്യസ്തമായ പരിപാടികളാണ് നടന്നുകൊണ്ട് ഏറെ സന്തോഷം. കഴിഞ്ഞ മ്യൂസിക്കൽ ബാൻഡ് അടുത്ത 2 മാസം മുമ്പിലാണ് പോകുന്നത് നമ്മൾ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ എല്ലാ മേഖലക്കത്തും കായിക മേഖലക്കത്ത് ഒരുപക്ഷെ പഠന പ്രവർത്തനത്തോടൊപ്പം തന്നെ മറ്റെല്ലാ മേഖലയും ഗുരുദേവ് കോളേജിനെ സംബന്ധിച്ചോളം മറ്റ് കോളേജുകൾക്ക് മാതൃകയാവുന്ന ഗവൺമെൻറ് കോളേജ് ഉൾപ്പെടെയുണ്ട്. അപ്പോൾ അതിനെല്ലാം മാതൃകയാവുന്ന തരത്തിൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രൈവറ്റ് വൽക്കരണമല്ല, അവരെ കൃത്യമായി കുട്ടികൾക്ക് കൊടുക്കേണ്ടതെല്ലാം കൊടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഞാനിങ്ങനെ അവരുടെ വാക്കുകൾ നിങ്ങൾക്ക് പറഞ്ഞ് പോഴ്ത്തേണ്ട കാര്യമില്ല. നിങ്ങൾ അനുഭവിച്ചവരാണ്. ഈ കോളേജിനെ സംബന്ധിച്ച് ഏറ്റവും നന്നായി അനുഭവിച്ച് പഠന പ്രവർത്തനത്തോടൊപ്പം തന്നെ മറ്റെല്ലാ കാര്യങ്ങളും കഴിവുള്ള കുട്ടികളെല്ലാം അവരുടെ കഴിവുകൾ കണ്ടെത്തിക്കൊണ്ട് മേഖലയിൽ കണ്ടെത്തിക്കൊണ്ടാണ് പ്രവർത്തനം നടത്തിയിരുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വോളിബോളിൻ്റെ രംഗത്ത് പക്ഷേ 2 ടീം പുരുഷ വനിതാ ടീമുകളാണ് ഇവിടെ വളർന്നു വന്നിട്ടുള്ളത്. മറ്റു കോളേജ് പക്ഷേ ഒരു ടീം ഉണ്ടാവാം, പക്ഷെ ഇവിടെ 2 ടീമും ഒപ്പത്തിനൊപ്പമാണ്. 4ാം സ്ഥാനത്ത് പുരുഷ ടീം നോക്കുമ്പോൾ 1ാം സ്ഥാനത്ത് വനിതാ ടീം വരുന്ന വരികയാണ്. അപ്പോൾ തീർച്ചയായും നമുക്ക് അതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ യൂണിവേഴ്സിറ്റി തലത്തിൽ പരിശീലന കേന്ദ്രമായി നമ്മുടെ കോളേജിനെ തിരഞ്ഞെടുക്കുമ്പോൾ ആ ഒരു കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് തന്നെയാണ്. മറ്റു കോളേജ് കുറേ ഉണ്ടല്ലേ നമ്മുടെ ജില്ലക്കകത്തും സംസ്ഥാനത്ത് ഒട്ടേറെ കോളേജുകൾ, പക്ഷേ അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ ഈ പഞ്ചായത്തിനകത്ത് ഗുരുദേവ് കോളേജിനെ തിരഞ്ഞെടുക്കാൻ പ്രധാനപ്പെട്ട ഒരു ദൗത്യം ഏറ്റെടുത്തത് നിങ്ങളുടെ ഈ കഴിവും ഈ ആത്മശക്തിയും ഇവിടുന്ന് ഈ മാനേജ്മെന്റിന്റെ ഇടപെടലും കൂടാണ്. നല്ല മുന്നേറ്റം ഇവിടെ മാതൃ സ്കൂളിലും കായിക രംഗത്ത് നല്ല മുന്നേറ്റം കുറിക്കുമ്പോൾ നിങ്ങൾക്ക് അഭിമാനിക്കാം. കഴിഞ്ഞ ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും ഏറ്റവും മുന്നേറ്റം ഉണ്ടാക്കിയപ്പോൾ അടുത്ത ദിവസം നമ്മുടെ കായിക മേഖല നല്ല മുന്നേറ്റം ഉണ്ടാക്കിക്കൊണ്ട് ഒരു സ്കൂളാണ്. കോളേജ് പ്രിൻസിപ്പൽ റവറൻഡ് ഡോക്ടർ ഫാദർ സാമുവൽ പുതുപ്പാടി അധ്യക്ഷത വഹിച്ചു. മെമ്പർ K. പങ്കജാക്ഷനെ പ്രിൻസിപ്പൽ പൊന്നാടയണിച്ച് ആദരിച്ചു. ഈ വർഷം തുടക്കം തന്നെ വളരെ അഭിമാനകരമായ ചില നേട്ടങ്ങൾ കൊണ്ടാണ് എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഏറെ സന്തോഷം പകരുന്ന ഒരു കാര്യമാണ്. അവസാനമായി ഇക്കഴിഞ്ഞ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഇന്റർ കോളേജിയറ്റ് വോളിബോൾ ടൂർണമെന്റിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി ഗുരുദേവ് കോളേജ് കിരീടമണിയുകയും രണ്ടാമതായി പുരുഷ വിഭാഗത്തിൽ നമ്മുടെ ആൺകുട്ടികൾ 4ാം സ്ഥാനത്തിന് അർഹമായി വളരെ അഭിമാനകരമായ നേട്ടം കൊയ്തെടുക്കുകയും ചെയ്തതിൻ്റെ ഏറെ അഭിമാന നിമിഷങ്ങൾ പങ്കുവെക്കുമ്പോൾ അതിലപ്പുറം നമ്മുടെ കോളേജിനെ ഏറെ കേരളത്തിൽ തന്നെ ശ്രദ്ധയാകർഷിക്കപ്പെടുന്ന രീതിയിൽ വോളിബോളിന് ഏറ്റവും പറ്റിയ ഒരു പരിശീലന കളരിയായി ഗുരുദേവ് കോളേജ് തിരഞ്ഞെടുത്തു എന്നുള്ളതും ഗുരുദേവ് കോളേജിൻ്റെ പരിശീലകൻ യൂണിവേഴ്സിറ്റി ടീമിൻ്റെ പരിശീലകനായി തിരഞ്ഞെടുക്കപ്പെടുകയും ഗുരുദേവ് കോളേജിന് നേതൃത്വം നൽകുന്ന ഫിസിക്കൽ എഡ്യൂക്കേഷൻ നേതൃത്വം നൽകുന്ന ബഹുമാനിയായ നിജ ടീച്ചറെ യൂണിവേഴ്സിറ്റി ടീമിൻ്റെ മാനേജറായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തതിൻ്റെ ഏറെ ആനന്ദപുളകിതമായ സന്തോഷം നിറഞ്ഞ അഭിമാനകരമായ ഒരു നിമിഷത്തിൽ പങ്കുചേരുമ്പോൾ സ്റ്റാഫ് അഡ്വൈസർ KV ചന്ദ്രശേഖരൻ സ്വാഗതം പറഞ്ഞു. കോളേജ് വൈസ് പ്രിൻസിപ്പൽ P. വിനോദ് കുമാർ, ഫൈൻ ആർട്സ് അഡ്വൈസർ സനൽലാൽ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് മേധാവി C. നിജി എന്നിവർ പ്രസംഗിച്ചു. കോളേജ് യൂണിയൻ പ്രതിനിധി രാഹുൽ നന്ദി പറഞ്ഞു. കോച്ച് സന്തോഷ്, നിജി സന്തോഷ് എന്നിവർ ടീമിന് പരിശീലനം നൽകും.
നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ, ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.